പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ നമുക്ക് ഇഷ്ടമുള്ള ചില ആളുകളുണ്ട്, ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്ക് ഉണ്ടാവേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്, അല്ലേ? അള്ളാഹിനോടാണ്. അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവാനും അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവാൻ, സ്നേഹമുണ്ടാവാനും ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്. ഇതെല്ലാ ഗണത്തിലും നമുക്ക് പെടുത്താൻ പറ്റും. ഒരു ചെറിയൊരു വചനമാണ്. ഈ വാചകം പറഞ്ഞോളൂ, അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകും. ഇനി ലോകത്ത് 4 അടയാളങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ, അല്ലെങ്കിൽ 4 ഒരടയാളം ഒരാളിൽ ഉണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി 3 അടയാളങ്ങളിൽ എന്നിലോ നിങ്ങളിലോ ഉണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. അള്ളാഹു നമ്മളെ വെറുക്കുന്നു. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള കാവൽ കിട്ടാനും ശ്രദ്ധിക്കേണ്ട, പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി പറയുന്നു. അവസാനം വരെ കാണാൻ വിട്ടുപോവേണ്ട. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പടച്ചവൻ ഖൈറും സലാമത്തും റാഹത്തും ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ്, സങ്കടങ്ങളുള്ളവരാണ്. അള്ളാഹു എല്ലാം മാറ്റി എല്ലാവിധ നിഅമത്തും തരട്ടെ, ബറക്കത്തും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരക്കണക്കിലധികം വരുന്ന ഹദീസുകൾ കോർത്തിണക്കിക്കൊണ്ട് രചിച്ച ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ ബുഖാരിയുടെ അവസാനത്തെ ഒരു ഹദീസുണ്ട്, ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഒരു ഹദീസ്. ആ ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്. അതിൽ ഒരു വാക്കുണ്ട്, ഒരു ദുആയാണ്, അതൊരു ദിക്റാണ്, അതൊരു തസ്ബീഹ്, ഏത് ഗണത്തിലും പെടുത്താം. അതിൻ്റെ നേട്ടം പറയുന്നത് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ളതാണ്. അത് നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും പറയാം. നിസ്കാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, വുളു ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ഏത് സമയത്തും പറയാം. നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. പിന്നെയോ ഹബീബത്താനി ഇല റഹ്മാൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാൻ. ഈ വാചകം പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകും ഇത് പറയുന്നവരോട്. മാത്രമല്ല പിന്നെയോ സഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്നതാണ്. അപ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ മഹത്തുക്കൾ ഇതല്ലാതെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ദിക്ർ, ഈ ഒരു തസ്ബീഹ്, ഈ ഒരു ദുആ, ഇത് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട്. നമ്മുടെ വൈകുന്നേരത്തെ നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൽ നമ്മളിത് പലപ്പോഴും പറയാറുള്ള ഒരു ദിക്റാണ്. പക്ഷേ ഇത് അതിൽ മാത്രം ഒതുങ്ങരുത്. എല്ലാ ദിവസവും മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് പരമാവധി ഇച്ചിരി അല്പം നേരത്തെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്, ഹാളിൽ നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യുക, ഈ ദിക്ർ ഇങ്ങനെ പറയുക. ഇത് ഉമ്മമാർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ മക്കളും ചൊല്ലും, വാപ്പമാരുണ്ടെങ്കിൽ അവരും ചൊല്ലുക. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുമെന്നാണ് ഇത് ചൊല്ലുന്നവരോട്. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതാണ് ആ ദിക്ർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മറ്റൊരു റിവായത്തിൽ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ പുണ്യമായ ദുആ നമ്മൾ ആരും മറന്നു പോവാതെ, ഈ ദിക്ർ മറന്നു പോവാതെ എല്ലാ ദിവസവും ഓതിയാൽ അള്ളാഹ്ക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും അള്ളാഹുവിന് നമ്മളോട്. ഇനി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പടച്ചവൻ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടണം, അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടണം. അതിന് ചില വഴികളുണ്ട്. ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ പല ആളുകളെയും നമ്മൾ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നവരാണ്. ചില ആൾക്കാരെ നമുക്ക് ഇഷ്ടമില്ല, അല്ലേ?
അതിപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും ചില ആൾക്കാരെ നമുക്ക് കാണാൻ പോലും ഇഷ്ടമല്ല, ചില ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ചില ആൾക്കാരോട് വെറുപ്പ്, വിദ്വേഷം അതൊന്നും വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ലെന്നാണ്. ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പോകുന്ന സ്വഹാബി സ്വർഗത്തിലാണ്. കാരണം മനസ്സിലായത്, അദ്ദേഹം ആരോടും ദേഷ്യം വെക്കാറില്ല, അദ്ദേഹത്തിന് എല്ലാവരോടും ഇഷ്ടമാണ്, എല്ലാവരോടും ഇഷ്ടമാണ്, ആരോടും പിണക്കമില്ല, ആരോടും വഴക്കില്ല. അങ്ങനെ ആവണം ഞാനും നിങ്ങളും. ഇപ്പോൾ നമ്മൾ എത്രയോ ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ടാകും അല്ലേ, എത്രയോ അടിച്ചിട്ടുണ്ടാകും, ഇടിച്ചിട്ടുണ്ടാകും, എത്രയോ വിഷമിപ്പിച്ചിട്ടുണ്ടാകും, സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകും, നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും, നമ്മളെപ്പറ്റി അപവാദം പറഞ്ഞിട്ടുണ്ടാകും, നമ്മളെപ്പറ്റി വേണ്ടാത്തരം പറഞ്ഞിട്ടുണ്ടാകും, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കളിയാക്കിയിട്ടുണ്ടാകും. എല്ലാവരോടും പൊരുത്തപ്പെട്ടു പടച്ചോൻ അതൊക്കെ നിങ്ങൾക്ക് തന്നോളും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങളും പടച്ചോനും തമ്മിൽ തീർത്തോ, പടച്ചോനും അവരും തമ്മിൽ തീർക്കട്ടെ, നമുക്ക് ആരോടും പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടണം, എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് നമുക്ക് വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു തരുന്നത്. എന്നാലും ഞാൻ പറയട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചില ആളുകളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആൾക്കാരോട് നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പല വിഷമങ്ങളും നമ്മളോട് അയാൾ ചെയ്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ മഹത്തുക്കൾ പറയുന്നു, 4 ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമാണെന്നാണ്. ലോകത്ത് ആരൊക്കെ നമ്മളെ വെറുത്താലും അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഉമ്മായും വാപ്പായും എല്ലാവരും നമ്മളെ വെറുത്തു, ആർക്കും നമ്മളെ വേണ്ട, ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ അള്ളാഹ്ക്ക് നമ്മളെ വേണമെങ്കിലോ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അപ്പോൾ അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമാണോ എന്നറിയാൻ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 4 അടയാളങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നിലനിർത്തണം, ഇല്ലെങ്കിൽ നമ്മൾ അത് നേടിയെടുക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, കാരണം അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമാണ്. ഒന്നാമത്തേത് യൂലബുൽ ഖബൂലു ഫിൽ അർദ്, അതായത് ഭൂമിയിൽ നമുക്ക് സ്വീകാര്യത കിട്ടുക. ഒരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ എന്ന മലക്കിനെ വിളിക്കും. എന്നിട്ട് പറയും, ജിബ്രീലെ, ഞാൻ ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക. ജിബ്രീൽ പോയിട്ട് മറ്റു മലക്കളോട് പറയും, മലക്കുകളെ, അള്ളാഹു തആല ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഇഷ്ടപ്പെട്ടു, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടുക. ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാൻ ഫഅഹിബ്ബുഹു, അതായത് അള്ളാഹു തആല ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീൽ പറയുമെന്നാണ്. അങ്ങനെ അള്ളാഹു തആല നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നതാണ്. നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, കുടുംബത്തിൽ പ്രശ്നമുണ്ടാവില്ല, കൂട്ടുകാർക്കിടയിൽ പ്രശ്നമുണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചേ, അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണോ? ഇപ്പോൾ ഞാൻ പറയട്ടെ, ലോകത്തുള്ള എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ, ഉസ്താദിന് എന്താ എല്ലാവർക്കും ഉസ്താദിന് ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മുടെ ഈ ക്ലാസ് ഞാനിങ്ങനെ പറയുന്നതും നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതൊക്കെ അസൂയയോടുകൂടി, വെറുപ്പോടുകൂടി, ഇഷ്ടമില്ലാതെ കേൾക്കുന്ന എത്രയോ ആളുകളുണ്ടാവും. എനിക്ക് തന്നെ അറിയാം, പലരും ഉണ്ട്. നമ്മളെ ഇഷ്ടമല്ല എന്ന് വെച്ച് നമുക്ക് അവരോട് ദേഷ്യമാണോ? ഒരു ദേഷ്യവുമില്ല. അതിപ്പോൾ സ്വാഭാവികമാണ് ഒരാളോട് ഇഷ്ടമുണ്ടാവുക, ഇഷ്ടമില്ലാതിരിക്കുക. എന്നാൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവണം. അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? മുഅ്മിനീങ്ങളായ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും, അതുമതി. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും നല്ലത് പറയണമെന്നില്ല, ചില ആൾക്കാരെ നമ്മളെ പറ്റി നല്ലത് പറയുമല്ലോ, അത് മതി. ഒരു 40 മുഅ്മിനീങ്ങളെങ്കിലും നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും ഇഷ്ടപ്പെടുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ്. രണ്ടാമത്തേത് ഇത്തിബാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക, നബി തങ്ങളുടെ സുന്നത്തുകൾ എടുക്കുക, നബി തങ്ങൾ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മളും ചെയ്യുക. സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്തായ കർമ്മങ്ങൾ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, നബിയെ, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലായ നിങ്ങളെ പിൻപറ്റാൻ പറയൂ. അപ്പോൾ നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ എടുത്താൽ എന്ത് കിട്ടും? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്നാണ്. നമ്മൾ സുന്നത്തായ അമലുകൾ, സുന്നത്തായ നോമ്പ്, നിസ്കാരം, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹൊക്കെ പറഞ്ഞാൽ ആരിഷ്ടപ്പെടും? അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ സുന്നത്തുകൾ എടുക്കുന്നവരാണോ, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണോ, അതുപോലെ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവരാണോ, നമ്മൾ ദിക്ർ ഔറാദുകളൊക്കെ പറയാറുണ്ടോ? എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ രണ്ടാമത്തെ അടയാളമാണത്. ഇനി മൂന്നാമത്തെ അടയാളം തവാദുഉൽ മുഅ്മിനീൻ, വിനയമുള്ളവരാണോ നമ്മൾ, വിനയം കാണിക്കുന്നവരാണോ എങ്കിൽ ഉറപ്പിച്ചോ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ചില ആൾക്കാരുണ്ട്, ഭയങ്കര അഹങ്കാരം, ഭയങ്കര പവറായിരിക്കും, അവരോടൊന്നും സംസാരിക്കാൻ പറ്റൂല,
അവരോടൊന്നും എന്തെങ്കിലും ചോദിക്കാൻ പറ്റില്ല. ഭയങ്കര പവർ, ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന ആളുകൾ. അല്ലെ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ ദേഷ്യപ്പെടും. അങ്ങനെ ആൾക്കാരുണ്ട്. എന്നോട് ചോദിക്കുക, ഞാൻ വല്ല ആളാണെന്ന് അറിയില്ല. അങ്ങനെ എപ്പോഴും ദേഷ്യം, അല്ലെങ്കിൽ എപ്പോഴും വിദ്വേഷം, എപ്പോഴും പക, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. എപ്പോഴും വിനയം, ഒരു താഴ്മ, ഒരു സൂക്ഷ്മത, എല്ലാവരോടും ചിരിച്ച് വർത്താനമൊക്കെ പറയുക, അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ മനസ്സിലാക്കണം അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ അടയാളം എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മൾ ഭയങ്കര പവറുള്ളവരാണോ? അർഷദ് ബദ്രി, അർഷദ് ബദ്രി എന്നൊക്കെ പറഞ്ഞാൽ അയാളോടൊക്കെ ഒന്ന് സംസാരിക്കുക, എൻ്റെ പൊന്നോ എന്ത് പവറാ എന്ന് മറ്റുള്ളവർ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ചിന്തിച്ചോ, എനിക്കൊരു പവറും ഇല്ല അള്ളാഹിൻ്റെ അടുക്കൽ. അർഷദ് ബദ്രിയാണോ? പുള്ളി ഒരു സാധാ സിമ്പിളാണ്. പുള്ളിയോട് നമുക്ക് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്താണ് പുള്ളി എന്തെങ്കിലും ചോദിച്ചാൽ പറയും, മറുപടി പറയും എന്നാണ് എന്നെപ്പറ്റി മറ്റുള്ളവർ പറയുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അതായത് എന്തെങ്കിലും ജീവിതത്തിൽ കിട്ടി, ഒരു ഞഅമത്ത് കിട്ടിയെന്നും പറഞ്ഞ് അതിൽ അഹങ്കരിക്കുക. ഇപ്പോൾ അർഷദ് ബദ്രി ഒഫീഷ്യൽ, എനിക്ക് 6 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നു, എന്നെ തൊടാൻ ആരുണ്ട്, ഞാൻ വലിയ ഉസ്താദാണ്, ഞാൻ വലിയ ഖത്തീബാണ്, ചീഫ് ഇമാമാണ്, ഞാൻ പ്രസംഗിക്കാനൊക്കെ പോകുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വലിയ ഡമ്പടിച്ച് വലിയ അഹങ്കാരിയായിട്ടിരുന്നാൽ അള്ളാൻ്റെ അടുക്കൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ല. അല്ലെങ്കിൽ എനിക്ക് വലിയൊരു വീടുണ്ട്, എനിക്ക് വലിയൊരു വാഹനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്, എന്നെ കാണാൻ നല്ല ഗ്ലാമറാണ്. അപ്പോൾ നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഗ്രഹം അതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ നിന്നാൽ അള്ളാൻ്റെ അടുക്കൽ ഒരു പവറും നമുക്ക് ഉണ്ടാവില്ല. വിനയം വേണം. ചില ആൾക്കാരുണ്ട്, അവരുടെ യുവത്വകാലത്ത്, ചെറുപ്പകാലത്ത് നല്ല സൗന്ദര്യമുണ്ടാകും. ആ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഭയങ്കരമായി അഹങ്കരിക്കുന്ന ആളുകൾ. എന്നിട്ടോ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവരുടെ ആ സൗന്ദര്യമൊക്കെ ചോർന്നുപോയി എന്തെങ്കിലുമൊക്കെ അസുഖം ബാധിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് തൊലിയൊക്കെ വേഗത്തിൽ ചുക്കിച്ചുളിയുന്നു, വലിയ അസുഖത്തിലേക്ക് പോകുന്നു, വലിയ ആക്സിഡന്റ് പറ്റുന്നു. അങ്ങനെയൊക്കെ അല്ലാഹു തആല പരീക്ഷിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ അഹങ്കരിക്കേണ്ട. അത് അർഷദ് ബദ്രി അഹങ്കരിക്കേണ്ട. അർഷദ് ബദ്രിയുടെ ക്ലാസ് കേൾക്കുന്നവരും നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നത്? ഒന്നിനും അഹങ്കരിക്കാനില്ല, അല്ലെ? ഒന്നിനും അഹങ്കരിക്കാനില്ല. അല്ലാഹു തആല അഹങ്കാരത്തിന്റെ അണുമണി ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കില്ല എന്നാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. നാലാമത്തേത് ളുഹൂറുൽ കറാമ, കറാമത്തുകൾ പ്രകടമാവുക. കറാമത്തുകൾ പ്രകടമാകുന്ന ഒരാളെ കണ്ടാൽ മനസ്സിലാക്കിക്കോ അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കൊന്നും ഇപ്പോൾ കറാമത്തില്ല. കറാമത്തുള്ളത് ആർക്കാണ്? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കാണ്, അല്ലേ? ഇപ്പോൾ ഈ പുണ്യമായ മാസം മഹാനായ റിഫായി ഷെയ്ഖിൻ്റെ ആണ്ട് ദിനമായിരുന്നു. അതുപോലെ കഴിഞ്ഞ മാസം മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ, ഇങ്ങനെ ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ തന്നെ എത്രയോ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ട്, മഹാന്മാരുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരുപാട് കറാമത്തുകൾ കാണിച്ചാൽ, കറാമത്ത് എന്ന് പറഞ്ഞാൽ മാജിക്ക് കാണിക്കലല്ലോ കേട്ടോ. ഒരു അന്തരീക്ഷത്തിൽ നിന്നും പ്രാവിനെ എടുക്കുക, അല്ലെങ്കിൽ എന്താണ് കൈ ഇങ്ങനെ കാണിച്ചിട്ട് മുട്ട വിരിക്കുക, അല്ല പൂ വിരിക്കുക, അതൊന്നും അല്ല കറാമത്ത്. അതൊക്കെ അവരുടെ മാജിക്കാണ്. ഇത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കറാമത്തുകൾ, ആ കറാമത്തുകൾ വെളിവാകുന്ന ആളുകൾ അവരാരാണ്? അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതിൻ്റെ അടയാളമാണ്. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടോ എങ്കിൽ മനസ്സിലാക്കിക്കോ, പടച്ച റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സെക്ഷൻ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത 3 വിഭാഗം ആളുകൾ. അള്ളാഹു ഒട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു തിരിഞ്ഞുപോലും നോക്കൂല എന്നാണ്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തേത്, ചില ആൾക്കാർ ഒരു തെറ്റിദ്ധാരണയുള്ളത് ഒരുപാട് കാശുള്ള ആളുകളെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഒരാളോട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല ഒരുപാട് കാശ് കൊടുക്കും? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് കടന്നുപോയ കാറൂൻ, ഹാമാൻ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടു കൂടി ഈ ദുന്യാവിൽ സ്വർഗം പണിത ആളുകളാണ്. സ്വർഗം പണിതു, ഭയങ്കര സെറ്റപ്പിൽ കുറേ സാധനങ്ങളൊക്കെ പണിതിട്ട് അവർ പറഞ്ഞു ഇതൊക്കെ അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് അള്ളാഹു എനിക്ക് തന്ന സമ്പത്താണെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച ആളുകളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരാൾക്ക് അല്പം പൈസ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വീടുണ്ടായി, എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടി എന്ന് വെച്ചാൽ അയാളോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല പൈസ ഒന്നും കൊടുത്തിട്ടില്ല, അല്ലെ? അള്ളാഹു നബിതങ്ങൾക്ക് പൈസ കൊടുത്തോ? സുഭിക്ഷമായി നബിതങ്ങൾ എന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. വലിയ സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ നബിതങ്ങൾക്ക് ഇല്ലായിരുന്നു. പലപ്പോഴും പട്ടിണിയാണ്, വിഷമമാണ്, സങ്കടമാണ്. എന്തേ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നബിയെ അങ്ങനെ പരീക്ഷിച്ചത്? അല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ മനസ്സിലാക്കിക്കോ അള്ളാഹ്ക്ക് അയാളോട് ഇഷ്ടമുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കുക, ഇഅറാദു അനിൻ നസ്വിഹ, നല്ല കാര്യങ്ങൾ പറയുന്ന സദസ്സിൽ നിന്നും എഴുന്നേറ്റു പോവുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്ന സദസ്സ് കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ് നമ്മൾ എന്താ പറയുന്നത്? അള്ളാഹിനെ പറ്റി, റസൂലിനെ പറ്റി, ഇസ്ലാമിനെ പറ്റി, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി. ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക. എന്തിട്ട് ക്ലാസ്, ചുമ്മാ. അതെന്താണ്? അള്ളാഹ്ക്ക് അയാളോട് വെറുപ്പാണ് എന്നതിൻ്റെ അടയാളമാണ്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള ദീനി മജ്ലിസുകൾ, ദീനി ക്ലാസുകൾ കേൾക്കാൻ തയ്യാറാണോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത്, ഇബാദത്തുകൾ ചെയ്യാൻ മടി. ചില ആൾക്കാരുണ്ട്, നിസ്കരിക്കാൻ മടിയാണ്, നോമ്പ് പിടിക്കാൻ മടിയാണ്, സ്വതക്ക കൊടുക്കാൻ മടിയാണ്. കാരണം എന്താണ്? അള്ളാഹ്ക്ക് അയാളോട് വെറുപ്പാണ്. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തേത്, തെറ്റുകൾ ചെയ്യാൻ, പാപങ്ങൾ ചെയ്യാൻ ഭയങ്കരമായ ആഗ്രഹം, അല്ലെ? കള്ളു കുടിക്കാൻ ആഗ്രഹം, ഹറാമ് കാണാൻ ആഗ്രഹം, ലോട്ടറി എടുക്കാൻ ആഗ്രഹം, ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ ഭയങ്കരമായ ആഗ്രഹം ഒരാൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അയാളെ അല്ലാഹു തആല വെറുക്കുന്നുണ്ട്, അയാളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത്, നമ്മൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ, അള്ളാഹ്ക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ളൊരു വാക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ അത് കഴിഞ്ഞ് രണ്ടാമതായി നമ്മൾ പറഞ്ഞത് എന്താ? അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ 4 ലക്ഷണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. മൂന്നാമതായി പറഞ്ഞത്, അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹു തആല ഒരാളെ വെറുക്കുന്നു, അയാളിൽ ഉണ്ടാകുന്ന 3 അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതത്തിൽ ഏതാണുള്ളത്, അള്ളാഹ്ക്ക് ഇഷ്ടമാണോ, അള്ളാഹ്ക്ക് എന്നോട് വെറുപ്പാണോ, ഏതാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ആദ്യം പറഞ്ഞ ആ ഒരു ദിക്ർ നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിനൊക്കെ മുമ്പ് ഒരുപാട് വട്ടം അതിങ്ങനെ ആവർത്തിച്ച് പറയൂ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന, അതുവഴി സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ റബ്ബ് തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കമന്റിലൂടെയും അതല്ലാതെ നേരിട്ട് കണ്ടൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞവർ അല്ലാഹു തആല എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ, ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.